എൻ്റെ പിതാവ് അതുപോലെ തന്നെ മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ 15-ാം വയസ്സിൽ മെമ്പർഷിപ്പ് എടുത്തത്, JP-യിൽ നിന്നാണ് മെമ്പർഷിപ്പ് എടുത്തത്. ഒരിക്കലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹം കൈവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇവിടെ കണ്ടു പ്ലാച്ചിമടയിലെ സമരം. അന്ന് എനിക്കായിരുന്നു മാതൃഭൂമിയുടെ പരസ്യത്തിൻ്റെ എല്ലാം ചുമതല. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താ അവിടുത്തെ കാര്യം എന്നുള്ളത്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ, ആ കാലത്ത് കൊക്കോകോല 5 കോടി രൂപയ്ക്ക് പരസ്യം ചെയ്യുന്ന കമ്പനിയാണ്, അല്ല എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള വരുമാനം കിട്ടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശബ്ദമില്ലാത്തവൻ ശബ്ദമായി മാറിയിട്ടെങ്കിൽ മാധ്യമ സ്ഥാപനത്തിന് സമൂഹത്തിൽ യാതൊരു വിലയുമില്ല. അവിടുത്തെ ഒരു മൈലമ്മയ്ക്ക് വേണ്ടി പോരാടാൻ മാതൃഭൂമി തയ്യാറില്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് മാധ്യമ സ്ഥാപനം? ഈ സ്ഥാപനം തുടങ്ങിയത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണ്. ആ ബോധ്യം എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല, കാരണം ഇവിടെ പ്രധാനപ്പെട്ട വ്യക്തികൾ സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നിലപാടുകൾ കൊണ്ട് അതിന് വില നൽകേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. ആ സാഹചര്യങ്ങളൊന്നും ഞാനിവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഓർമ്മയിൽ അടിയന്തരാവസ്ഥ സമയത്ത് അദ്ദേഹം 15 മാസം മുകളിലായിരുന്നപ്പോൾ കുറേ മാസം ഞങ്ങൾ അമ്മയുടെ വീട്ടിലെ ബെൽഗാമിലെ കൊണ്ടുപോയി താമസിപ്പിച്ചു. കാരണം നിരന്തരം പോലീസുകാർ വീട്ടിൽ വരുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ എല്ലാം ജപ്തി ചെയ്തു. ബെഡ്റൂം അടക്കം, വാഹനങ്ങൾ, തോട്ടം, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലാണ് കുറേ മാസം താമസിച്ചത്. പക്ഷെ അപ്പോഴും ഒരു മാപ്പ് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറായില്ല. കാരണം അതൊക്കെ ആ കൺവിക്ഷനാണ്. അതിലൊരിക്കലും വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്തിട്ടില്ല. ജലത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, അതെല്ലാം തന്നെ രൂപപ്പെടുത്തിയെടുത്തത് ഡോക്ടർ ലോഹിയാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച AKG ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഡോക്ടർ ലോഹിയാണ്. ആ ലോഹിയുടെ കാൽപ്പാടുകൾ നിന്നുകൊണ്ടാണ് അദ്ദേഹം അവസാനം വരെ ജീവിച്ചത്. അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം പറയപ്പെടും അനായാസേന മരണം എന്നുള്ളത്. അതുപോലെ തന്നെ കിടന്നു പോവാതെ പെട്ടെന്ന് യാത്ര പറഞ്ഞ് മരിക്കുകയുണ്ട്. തലേദിവസം എന്നോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നു? അല്ല, ഞാൻ പോവുകയാണ്, ഞാൻ സന്തോഷവാനായിട്ടാണ് പോകുന്നത്. എല്ലാവരും നല്ലപോലെ നോക്കി, എല്ലാ അനുഗ്രഹമുണ്ട്. അദ്ദേഹത്തെ നോക്കുന്നവർ എല്ലാവരും കൈകൂപ്പി പറഞ്ഞു, എല്ലാവർക്കും നന്ദി. അടുത്ത ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അത് എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ മരിച്ചൊരു വ്യക്തി കൂടിയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.